1848 മാർച്ച് 15-നാണ് യൂറോപ്പിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ശക്തി പകർന്ന ഹംഗേറിയൻ വിപ്ലവം ആരംഭിക്കുന്നത്. തോട്ട്സ് ഹംഗേറിയൻ വിപ്ലവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ലോക ചരിത്രത്തിൽ 1848 ജനതകളുടെ വസന്തം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. യൂറോപ്പിലുടനീളം സാധാരണക്കാരായ ജനങ്ങൾ രാജഭരണത്തിനെതിരായും അടിച്ചമർത്തലുകൾക്കെതിരായും തെരുവിലിറങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു. ഇതിലേറെ നിർണായകമായത് 1848 മാർച്ച് 15-ന് ആരംഭിച്ച ഹംഗേറിയൻ വിപ്ലവമായിരുന്നു. ഹംഗേറിയൻ വിപ്ലവം ഒരു വിജയമൊന്നുമായിരുന്നില്ല, പരാജയപ്പെട്ട ഒരു വിപ്ലവമായിരുന്നുവെങ്കിലും ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് യൂറോപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയ ഒന്നായിരുന്നു. 1848 ഒരു പ്രത്യേകത കൂടിയുണ്ട്. മാർക്സും എംഗൽസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ച ഒരു വർഷം കൂടിയാണ്. മാർച്ച് 15-ന് ഹംഗറിയിലെ ബുഡോപെസ്റ്റിൽ ഒരു കൂട്ടം യുവാക്കൾ ഒത്തുകൂടി. പ്രശസ്ത കവി സാന്തോർ പെറ്റോഫിയും രാഷ്ട്രീയ നേതാവ് ലാജോസ് കൊസൂത്തുമാണ് ഇതിന് നേതൃത്വം നൽകിയത്. അന്ന് ഓസ്ട്രിയൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന ഹംഗറിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്നായിരുന്നു ആവശ്യം. സാധാരണക്കാരായ കർഷകരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യം ഇതൊരു വർഗസമരത്തിന്റെ മുഖം നൽകി. അവർ ഉന്നയിച്ചിരുന്ന 12 ആവശ്യങ്ങളിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് പത്രസ്വാതന്ത്ര്യം, തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള അവകാശം, ഫ്യൂഡൽ ആ സമ്പ്രദായത്തെ അവസാനിപ്പിക്കുക എന്നിവയൊക്കെയായിരുന്നു. ഫ്യൂഡൽ പ്രഭുക്കന്മാർക്കെതിരെ കർഷകരും തൊഴിലാളികളും അണിനിരുന്നത് യൂറോപ്പിലെ തൊഴിലാളി വർഗ മുന്നേറ്റങ്ങൾക്ക് വളരെയേറെ ഊർജാണ് ഉണ്ടായത്. വിപ്ലവം പരാജയപ്പെട്ടെങ്കിലും തൊഴിലാളി വർഗത്തിന് ഭരണം പിടിച്ചെടുക്കാൻ മികച്ച സംഘാടനം ആവശ്യമാണെന്ന് തൊഴിലാളി വർഗം ഉൾക്കൊണ്ടു. ഈ വിപ്ലവത്തിന്റെ ഫലമായി ഹംഗറിയിൽ അടിമത്തം അവസാനിച്ചു. ഇത് അവിടുത്തെ കർഷകർക്ക് ഭൂമിയിലുള്ള അവകാശം ലഭ്യമാക്കുന്നതിന് സാധിച്ചു. ഇതിന്റെ ഫലമായി യൂറോപ്പിലെ ഗ്രാമങ്ങളിൽ വരെ ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് വേരോട്ടം ഉണ്ടായി എന്നുള്ളത് കൂടി ഈ വിപ്ലവത്തിന്റെ ഒരു നേട്ടമായിരുന്നു. റഷ്യൻ സൈന്യത്തിന്റെ സഹായത്തോടെ ഓസ്ട്രിയ ഈ വിപ്ലവത്തെ അടിച്ചമർത്തിയെങ്കിലും വിപ്ലവകാരികൾ മുന്നോട്ട് വെച്ച തുല്യതാബോധം, ഇടതുപക്ഷ ആശയങ്ങൾ എന്നിവ യൂറോപ്പിലെ തുടർന്നുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ തന്നെ ലേബർ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾക്ക് ഒക്കെ ഒരു മാതൃകയാണ് ഹംഗറിയിലുണ്ടായ ഈ വിപ്ലവം കൊണ്ട് ഉണ്ടായ ഒരു വലിയൊരു മാറ്റം. ഒരു പരാജയമായിരിക്കാം, എന്നിരുന്നാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്കും ഇത് പകർന്നു നൽകിയ സ്വാതന്ത്ര്യബോധവും തുല്യതാ അവകാശബോധവും ഒക്കെ ഏറെ വലുത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മാർച്ച് 15 ലോകമെമ്പാടുമുള്ള വിപ്ലവ പോരാട്ടങ്ങളിൽ ഇന്നും ജ്വലിക്കുന്ന സ്മരണയായി നിലനിൽക്കുന്നു.